ഒരു പെണ്ണിന്റെ സൗന്ദര്യങ്ങളിൽ ഏറ്റവും വലിയ സൗന്ദര്യം ആ പെണ്ണിന്റെ ചാരിത്രശുദ്ധിയാണ്. ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളവും അതുതന്നെയാണ്. എന്നാൽ ഒരു പെണ്ണിന്റെ, ഒരു സഹോദരിയുടെ, ഒരു പെൺകുട്ടിയുടെ ഏറ്റവും വലിയ അഭിമാനം എന്ന് പറയുന്നത് തനിക്ക് അല്ലാഹു ഹലാലാക്കിയ നിക്കാഹിലൂടെ എന്നെ ജീവിതത്തിലേക്ക് സ്വീകരിച്ച ഒരു പുരുഷനല്ലാതെ എന്റെ ശരീരം കാണരുത്, ആ ഒരു പുരുഷനല്ലാതെ എന്റെ ശരീരം തുടരുത്, ആ ഒരു പുരുഷന് മാത്രമേ എന്റെ ശരീരം ഹലാലാവുകയുള്ളൂ എന്ന് ചിന്തിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്ന ഇഫ്ഫത്ത് എന്ന് പറയുന്ന ഗുണമാണ് ഒരു പെണ്ണിന്റെ ഏറ്റവും വലിയ ഗുണം. അല്ലാഹു നമ്മുടെ പെൺകുട്ടികൾക്ക്, ഈ സമൂഹത്തിലെ വിദ്യാർത്ഥിനികൾക്ക് അല്ലാഹു ഉൾബോധം നൽകട്ടെ, ബസീറത്ത് നൽകട്ടെ. കാരണം കാലഘട്ടത്തിന്റെ ഒഴുക്ക് വളരെ ഡേഞ്ചറാണ്, അത്യധികം പ്രയാസകരമാണ്, ഭീതിതമാണ്. ആർക്കും ആരുടെ കൂടെയും കറങ്ങി നടക്കാം എന്ന രീതിയിൽ, ആർക്കും ആരുടെ കൂടെയും കൈപിടിച്ചു പോകാം, ആർക്കും യഥേഷ്ടം ഏത് സമയത്തും ഇറങ്ങി നടക്കാം, ആരുടെ കൂടെയും തോളിൽ പിടിച്ചിരിക്കാം. തന്റെ ശരീരം തൊടാനും സ്പർശിക്കുവാനും കാണാനും അല്ലാഹു അനുവദിച്ചത് തന്റെ മഹറമുകൾക്ക് വരെ അല്ലാഹു നിശ്ചയിച്ച പരിധിയുണ്ട്. എന്നാൽ തന്റെ ഭർത്താവിന് മാത്രമേ എന്റെ ശരീരം കാണുക പരിപൂർണമായും അനുവദിക്കപ്പെട്ടിട്ടുള്ളൂ എന്ന് നമ്മുടെ പെൺകുട്ടികൾ മനസ്സിലാക്കണം. അത് അല്ലാഹു ഹലാലിലൂടെ മനുഷ്യന്റെ ആഗ്രഹ നിർവഹണത്തിന് പടച്ചവൻ ഹലാലിന്റെ വഴികൾ തുറന്നു വെച്ചതാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമായിരുന്നു, നിങ്ങൾ അന്ത്യദിനത്തിന്റെ ലക്ഷണങ്ങൾ ഇങ്ങനെ കണ്ടു തുടങ്ങുമ്പോ, ഈ പ്രപഞ്ചത്തിന്റെ യാത്രയും മനുഷ്യന്റെ സംസ്കാരവും ഖിയാമത്തിന്റെ പടിവാതിലിക്കലേക്ക് എത്തിച്ചേരുന്നു എന്ന് നിങ്ങൾക്ക് ബോധ്യം വേണമെങ്കിൽ ഒരു കാര്യം അറിയണം. ആ കാലഘട്ടത്തിലെ ജനങ്ങൾക്ക് രണ്ടേ രണ്ട് ചിന്തകൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഹമ്മുഹും അൽ ബത്നു വൽ ഫർജ്. ഭോഗിക്കുക, വ്യഭിചരിക്കുക, തിന്നുക, കുടിക്കുക, ഇങ്ങനെ വായയിലൂടെയും മനുഷ്യന്റെ ലൈംഗികതയിലൂടെയും ലഭിക്കുന്ന ആസ്വാദനങ്ങളിൽ മനുഷ്യൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു കാലഘട്ടം അന്ത്യനാളിന്റെ മുമ്പിൽ നിങ്ങൾക്ക് കാണേണ്ടി വരുമെന്ന് ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ 1400 വർഷങ്ങൾക്ക് മുമ്പ് നമ്മളോട് പറഞ്ഞു തന്നു പോയതാണ്.